നമസ്കാരം. നമ്മൾ അടുത്തത് സെക്ഷൻ 4.4 ആണ്, ജനറൽ ലെബേക്ക് ഇൻ്റഗ്രൽ. നമ്മൾ ആദ്യം എന്താണ് മെഷറബിൾ സെറ്റ് എന്നും പിന്നീട് മെഷറബിൾ ഫംഗ്ഷൻ എന്ന കൺസെപ്റ്റിനെ കുറിച്ചും പിന്നീട് മെഷറബിൾ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റീമാൻ ഇൻ്റഗ്രേഷൻ എന്ന ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റിൻ്റെ ഒരു ഹയർ വേർഷനായിട്ടുള്ള ലെബേക്ക് ഇൻ്റഗ്രേഷനിലേക്ക് കയറുകയാണ് ചെയ്തത്. ലെബേക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ലെബേക്ക് ഇൻ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് സിമ്പിൾ ഫംഗ്ഷൻ, ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന ഡൊമൈനിൻ്റെ മെഷർ ഫൈനൈറ്റ് എന്ന കൺസെപ്റ്റിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റേജ് ആയിട്ടുള്ള നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷനിലേക്കും പിന്നീട് അങ്ങോട്ട് അതിന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറങ്ങൾ, എസ്പെഷ്യലി ലീനിയാരിറ്റി, മോണോട്ടോണിക് പ്രോപ്പർട്ടി, അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻ, ഇതെല്ലാം കോമൺ തിയറങ്ങളാണ്. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ദി ഇൻ്റഗ്രലും ഇൻ്റഗ്രൽ ഓഫ് ദ മോഡുലസ് തമ്മിലുള്ള കണക്ഷൻ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ജനറൽ കേസിലേക്ക് കയറുകയാണ്. ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, മെഷറബിൾ ഫംഗ്ഷനെ എപ്പോഴാണ് ലെബേക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുക, ഇനി ലെബേക്ക് ഇൻ്റഗ്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ലെബേക്ക് ഇൻ്റഗ്രബിൾ ആവുക, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി ലുക്ക് അറ്റ് ദി ഡെഫിനിഷൻ. ലെറ്റ് E be a measurable set and f is a real valued, extended real valued measurable function defined on E. Then it will have two parts, the positive part and negative part, and there is another part is called the absolute part. The positive part is denoted by f plus and the negative part is denoted by f minus, and the absolute part is denoted by mod f. And the positive part f plus is defined by maximum of f0. That means if you are given f and the zero function, using these two you can find out the positive part of f. When we take the maximum of these two, we will get the positive part. Similarly, f minus can be identified using minus f and 0, and using this f plus and f minus we can define both of our absolute value and the given function. That means mod f can be identified as f plus plus f minus, and f can be identified as f plus minus f minus. Okay. ഇനി നമ്മൾ അടുത്തത് ഒരു എഫ് എന്ന ഫംഗ്ഷൻ മെഷറബിൾ ഓൺ ഇ ആണെങ്കിൽ, ഈ ഒരു മെഷറബിൾ സെറ്റ് ആയിരിക്കണം ആദ്യമേ അത് ഓർക്കുക, എങ്കിൽ അതിൻ്റെ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും അബ്സല്യൂട്ട് പാർട്ടും എല്ലാം എന്തായി മാറും, മെഷറബിൾ ആയിട്ട് മാറും. ഓക്കെ, കാരണം മാക്സിമം ഓഫ് ടു മെഷറബിൾ ഫംഗ്ഷൻ അഗെയിൻ മെഷറബിൾ എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ അബ്സല്യൂട്ട് പാർട്ടിനാണെങ്കിൽ എഫ് പ്ലസും എഫ് മൈനസും മെഷറബിൾ ആണെങ്കിൽ സം ഓഫ് ടു മെഷറബിൾ ഫംഗ്ഷൻ അഗെയിൻ മെഷറബിൾ ആവുന്നു. ഓക്കെ, ഇനി അടുത്ത പ്രപ്പോസിഷൻ 14 നോക്കാം. ലെറ്റ് എഫ് ബി എ മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഇ ആൻഡ് എഫ് പ്ലസ് ആൻഡ് ദെൻ എഫ് പ്ലസ് ആൻഡ് എഫ് മൈനസ്, ദാറ്റ് മീൻസ് ദ പോസിറ്റീവ് പാർട്ട് ആൻഡ് നെഗറ്റീവ് പാർട്ട് ആർ ഇൻ്റഗ്രബിൾ ഓവർ ഇ. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, എഫ് പ്ലസും എഫ് മൈനസും നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസ് ആണ്, നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസ് കൂടിയായിരിക്കും എഫ് മെഷറബിൾ ആണെങ്കിൽ. അതുപോലെ തന്നെ മോഡ് എഫും നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എഫ് പ്ലസും എഫ് മൈനസും ഇൻ്റഗ്രബിൾ ഓവർ ഇ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് അവർ രണ്ടുപേരുടെയും ഇൻ്റഗ്രൽ ഓവർ ഇ ഫൈനൈറ്റ് ആണെന്നാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് മോഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ഇ. മോഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ മീൻസ് ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് ഈസ് ഫൈനൈറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സപ്പോസ് ചെയ്യാം എഫ് പ്ലസ് ആൻഡ് എഫ് മൈനസ് ആർ ഇൻ്റഗ്രബിൾ ഓവർ ഇ. വി നീഡ് ടു പ്രൂവ് ദാറ്റ് മോഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ, ബട്ട് ബൈ ദ ഡെഫിനിഷൻ ഓഫ് മോഡ് എഫ് it can be written as f plus plus f minus. So the integral, we take the integral on both sides, we get integral over e mod f is equal to integral over e f plus plus f minus. But f plus and f minus are non-negative measurable functions. They satisfies the linearity property of the Lebesgue integration. Therefore we get or you can split the Lebesgue integration as integral over f plus plus integral over e f minus. But note that f plus and f minus are integrable, means their integral value must be finite, and sum of two finite numbers again a finite number. That means integral over e mod f is a finite real number. So we get our function mod f is integrable over e. To prove the converse part, we suppose mod f is integrable over e. We need to check the integrability of f plus and f minus. But you note that mod f is the sum of these two non-negative functions f plus and f minus. That means both of these functions should be less than or equal to mod f. That means 0 less than or equal to f plus less than or equal to mod f, and 0 less than or equal to f minus less than or equal to mod f on E. Using the monotonicity of integration
of the non-negative measurable functions, we get integral over f plus less than or equal to integral over e mod f, and integral over f minus less than or equal to integral over e mod f. But note that f mod f is integrable, means its integral value is finite. Therefore, by the comparison, we get integral over f plus and integral over f minus are finite. That means our both of the positive part and negative part are integrable over e. ഓക്കെ, അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു റിയൽ വാല്യൂഡ് എക്സ്റ്റൻഡഡ് റിയൽ വാല്യൂഡ് മെഷറബിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ് എഫ് ബി എ മെഷറബിൾ എക്സ്റ്റൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, then its Lebesgue integral can be defined as follows: integral over f is equal to integral over f plus minus integral over f minus. അപ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, എഫ് ഇൻ്റഗ്രബിൾ ഓവർ ഈ ആവണമെങ്കിൽ, അതായത് അതിൻ്റെ മോഡ് ഓഫ് ഇൻ്റഗ്രബിൾ ആവുക എന്ന് കൂടി അർത്ഥമാണ്. അപ്പോൾ ഡെഫിനേഷൻ രണ്ടെണ്ണം ഓർക്കുക. വെൻ വി ക്യാൻ സേ ദാറ്റ് എക്സ്റ്റൻഡഡ് റിയൽ വാല്യൂഡ് മെഷറബിൾ ഫംഗ്ഷൻ ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ഇ, ദാറ്റ് മീൻസ് അതിൻ്റെ മോഡ് വാല്യൂ അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഇൻ്റഗ്രബിൾ ആയാൽ മതി. അബ്സല്യൂട്ട് വാല്യൂ ഇൻ്റഗ്രബിൾ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് ഫൈനൈറ്റ് ആയാൽ മതി എന്നർത്ഥം. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻ ടേംസ് ഓഫ് പോസിറ്റീവ് പാർട്ട് ആൻഡ് നെഗറ്റീവ് പാർട്ട്. ദാറ്റ് മീൻസ് ദി Lebesgue integral of positive part and negative part. Because you know f is equal to f plus minus f minus, then its Lebesgue integral can be identified as integral over f equal to integral over f plus minus integral over f minus. ഓക്കെ, ഇനി എഫ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് പാർട്ട് ഈക്വൽ ആയിരിക്കും, എഫിന് തന്നെ ഈക്വൽ ആയിരിക്കും. നെഗറ്റീവ് പാർട്ട് സീറോ ഫംഗ്ഷൻ ആയിരിക്കും, മോഡ് എഫ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ എഫ് നെഗറ്റീവ് ആണെങ്കിൽ, അതല്ലെങ്കിൽ നോൺ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ എഫ് എന്ന് പറയുന്നത് എഫ് മൈനസിന് ഈക്വൽ ആയിരിക്കും. എഫ് പ്ലസ് എന്ന് പറയുന്നത് എഫ് നെഗറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ എഫ് മൈനസിൻ്റെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും എഫ് എന്ന് പറയുന്നത്. അതായത് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് മൈനസ് ആയിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്ത പ്രൊപ്പോസിഷൻ 15 ആണ്. ലെറ്റ് എഫ് ബി ഇൻ്റഗ്രബിൾ ഓവർ ഇ, അതായത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് പ്രത്യേകം ഓർക്കുക. അത് ഇൻ്റഗ്രബിൾ ഓവർ ഇ, അതിനർത്ഥം മോഡ് ഓഫ് ഇൻ്റഗ്രബിൾ ഓവർ ഇയും മോഡ് ഓഫ് ഇൻ്റഗ്രൽ വാല്യൂ ഫൈനൈറ്റുമാണ്. Then we need to prove that f is finite almost everywhere, and integral over e f is equal to integral over e minus e naught f if e naught is a subset of e with measure of e naught equal to 0. അപ്പോൾ e naught 0 ആവുന്ന കേസിൽ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആ ഇൻ്റഗ്രൽ വാല്യൂ ഓട്ടോമാറ്റിക്കലി 0 ആയി പോകുന്നത് കൊണ്ടാണ് ഈ ഇൻ്റഗ്രേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, we suppose that f is integrable over e, then by the definition mod f is integrable over e, that means integral over e mod f is finite. പിന്നെ ഇൻ്റഗ്രൽ ഓവർ മോഡ് ഓഫ് ഫൈനൈറ്റ് ആണ്, മോഡ് ഓഫ് ഈസ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോസിഷൻ 13 പ്രകാരം മോഡ് ഓഫ് ഈസ് ഫൈനൈറ്റ് ആൾമോസ്റ്റ് എവരിവർ ആയിരിക്കും. മോഡ് ഓഫ് ഫൈനൈറ്റ് ആൾമോസ്റ്റ് എവരിവർ ആണെങ്കിൽ എഫ് ഈസ് ഫൈനൈറ്റ് ആൾമോസ്റ്റ് എവരിവർ. എഫ് ഈസ് ഫൈനൈറ്റ് ആൾമോസ്റ്റ് എവർ മീൻസ് ബോത്ത് ഓഫ് ദ പാർട്സ് എഫ് പ്ലസ് ആൻഡ് എഫ് മൈനസ് ആർ ഫൈനൈറ്റ് ആൾമോസ്റ്റ് എവരിവർ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടുകളും ഫൈനൈറ്റ് ആണെന്ന് കിട്ടും. സോ എഫ് പ്ലസ് ആൻഡ് എഫ് മൈനസ് ആർ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസ് ആണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ തിയറം 11 പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് പ്ലസ് എന്നും, അതുപോലെ ഇൻ്റഗ്രൽ ഓവർ എഫ് മൈനസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് മൈനസ് എന്നും എഴുതാം. കാരണം ഇവിടെ എഫ് പ്ലസും എഫ് മൈനസും നോൺ നെഗറ്റീവും ഇ നോട്ടിൻ്റെ മെഷർ 0 ആവുന്നു. തിയറം 11 അപ്ലൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അത് എഫ് പ്ലസിനും എഫ് മൈനസിനും വേണ്ടി തിയറം 11 അപ്ലൈ ചെയ്തിരിക്കുന്നു. Therefore, integral over f is equal to, by definition, integral over f plus minus integral over f minus. But both of these values are equal to integral over e minus e naught f plus minus integral over e minus e naught f minus എന്ന് എഴുതാം. ലീനിയാരിറ്റി എഫ് പ്ലസ് എഫ് മൈനസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസ് ആണ്. അവിടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഇൻ്റഗ്രൽ കമ്പാരിസൺ ടെസ്റ്റാണ്. അത് മോഡുലസ് ഓഫ് ദി ഇൻ്റഗ്രലും ഇൻ്റഗ്രൽ ഓഫ് ദ മോഡുലസും തമ്മിലുള്ള കണക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നോൺ നെഗറ്റീവ് കേസിലും അതുപോലെ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷനിലും സിമ്പിൾ ഫംഗ്ഷനിലും എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തതാണ്. ഇവിടെ കൂടി നമ്മൾ നോക്കാൻ പോകണം. ലെറ്റ് എഫ് ബി എ മെഷറബിൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ഇ ആൻഡ് സപ്പോസ് ദാറ്റ് ജി ബി എ ഇൻ്റഗ്രബിൾ നോൺ നെഗറ്റീവ് ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ which dominates f in the sense that mod f less than or equal to g on e. അതായത് ജിയുടെ ഗ്രാഫ് മോഡ് എഫിൻ്റെ ഗ്രാഫിനേക്കാൾ അപ്പറായിട്ടായിരിക്കും വരുന്നത് എന്നാണ് അർത്ഥം. ഈ ജി എന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രബിളുമാണ്, അതിൻ്റെ ഗ്രാഫ് മോഡ് എഫിനേക്കാൾ മുകളിൽ നിൽക്കുന്നു. ദെൻ എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ഇ. ഈ കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഇൻ്റഗ്രബിൾ ആണെന്നും ആൻഡ് മോഡുലസ് ഓഫ് ദി ഇൻ്റഗ്രൽ ലെസ് തhan or equal to ഇൻ്റഗ്രൽ ഓഫ് ദി മോഡുലസ് എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ സപ്പോസ് ചെയ്തു മോഡ് എഫ് ലെസ് than or equal to g. യു നോ മോഡ് എഫ് ആൻഡ് ജി ആർ നോൺ നെഗറ്റീവ് ആണ്.
ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻറ്റഗ്രബിൾ ആണ്. ദെൻ ബൈ ദി monotonic property of non-negative measurable functions we get integral over e mod of plus or equal to integral over e g, but g is integrable means its integral value is finite. That means integral over e mod of is finite. Therefore our mod of is integrable over e. Mod of integrable over e ആണെങ്കിൽ f is integrable over e. അപ്പോൾ ആ പാട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇൻറ്റഗ്രൽ ഓവർ എഫ് പ്ലസ് മൈനസ് ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് മൈനസ് ആണ്. നമുക്ക് ഇക്വേഷൻ 1 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി കൺസിഡർ ചെയ്തു ഇൻറ്റഗ്രൽ ഓവർ ഇ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് which is equal to substitute the value of the integral over f in the above, from the above part we get modulus of integral over e f plus minus integral over e f minus. Using triangle inequality we get modulus of integral over e f plus plus modulus of integral over e f minus. But both f plus and f minus are non-negative functions. They satisfies the theorem that modulus of the integral is equal to integral of the modulus. But you note that integral over f plus and integral over f minus are already positive quantities, because f plus and f minus are non-negative values. Their integral value must be area, can be considered as an area, like so we get that value must be a positive number or non-negative number. The modulus of a non-negative number equal to itself. That means integral over e f plus അതിൻ്റെ modulus value equal ആയിരിക്കും. That means integral over f plus e plus integral over e f minus എന്ന് എഴുതാൻ പറ്റും, which is equal to integral over e mod f ആണ്. കാരണം mod of integral over e mod f ൻ്റെ ഡെഫിനിഷൻ പ്രകാരമാണ് അത്. Therefore we get modulus of the integral less than or equal to integral of the modulus. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇവിടെ ഇൻറ്റഗ്രൽ കമ്പാരിസൺ ടെസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ചെക്ക് ദി ലീനിയാരിറ്റി ആൻഡ് മോണോട്ടോണിക് പ്രോപ്പർട്ടി ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, റിയൽ മെഷറബിൾ ഫംഗ്ഷൻസ്. ഹിയർ എഫ് ആൻഡ് ജി ആർ ഇൻറ്റഗ്രബിൾ ഓവർ. അപ്പോൾ നമ്മൾ ഈ ലീനിയാരിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യില്ല. അപ്പോൾ ആദ്യം എഫ് എം ജിയും രണ്ട് ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആണെന്ന് പറയുന്നത്. ഇൻറ്റഗ്രബിൾ ഓവർ ഇ, ഇൻറ്റഗ്രബിൾ ഓവർ മീൻസ് മോഡ് എഫ് ആൻഡ് മോഡ് ജി ആർ ഇൻറ്റഗ്രബിൾ ഓവർ ഇ, ആൻഡ് ആൽഫ ബീറ്റ ആർ ടു റിയൽ നമ്പേഴ്സ്. ദെൻ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ഈസ് ആൾസോ ഇൻറ്റഗ്രബിൾ. അതായത് സെറ്റ് ഓഫ് ആൾ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് ഓവർ ഇ ഫോം എ വെക്ടർ സ്പേസ് എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റാണിത്. And this integration satisfies the linear transformation. That means this integration is a linear transformation. Linear transformation പറഞ്ഞു കഴിഞ്ഞാൽ f of c alpha plus beta equal to f of c into f of alpha plus c1 അല്ലെങ്കിൽ c1 d into f of beta എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ ആൽഫയും ബീറ്റയാണ് സിക്കും ഡിക്കും പകരം എടുത്തിരിക്കുന്നത്. വെക്ടേഴ്സിന് പകരം എഫും ജിയും ആണ്. ഫോർ ഇൻറ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ബീറ്റ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ ജി. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. കൂടാതെ മോണോട്ടോണിക് പ്രോപ്പർട്ടി, ഇഫ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആൾമോസ്റ്റ് എവരി ഓർ ഓൺ ഇ ഓർ ഓൺ ഇ, ദെൻ ഇൻറ്റഗ്രൽ ഓവർ എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ജി. 1ഉം 2ഉം ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സപ്പോസ് ചെയ്ത് എഫും ജിയും ഇൻറ്റഗ്രബിൾ ഓവർ ഇ, alpha and beta are two real numbers. First we need to prove alpha f is integrable over e and integral over e alpha f is equal to alpha into integral over f എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഈ ആൽഫ എഫിൻ്റെ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ആൽഫ എന്ന് പറയുന്ന ഒരു നമ്പർ പോസിറ്റീവും നെഗറ്റീവും സീറോയും ആവാം. സീറോ ആകുമ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് സീറോ കേസിൽ എല്ലായ്പ്പോഴും സീറോ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത സീറോ ഫംഗ്ഷൻ തന്നെയാണ് കിട്ടും. അപ്പോൾ ഇൻറ്റഗ്രബിലിറ്റി ഡയറക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ കേസ് 1 ആയിട്ട് ആൽഫ ഗ്രേറ്റർ ദാൻ 0 എന്നോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് എടുത്താലും കുഴപ്പമില്ല. Therefore its positive part equal to maximum of alpha f0, but alpha is a positive number, we can take it outside alpha into maximum of f0. That means alpha into f plus എന്ന് കിട്ടും. അതുപോലെ alpha f the whole minus equal to max of minus alpha f, but alpha പോസിറ്റീവ് ആണ്, പുറത്തേക്ക് എടുക്കാം. alpha into max of minus f0, that is alpha f minus എന്ന് കിട്ടും. Okay, therefore integral over e alpha is equal to integral over e alpha f plus minus integral over e alpha f minus എന്ന് എഴുതാൻ പറ്റും. കാരണം ആ ഡെഫിനേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എഫ് പ്ലസ് മൈനസ് ഇൻറ്റഗ്രൽ ഓവർ എ ആൽഫ ഇൻറ്റു എഫ് മൈനസ്. ആൽഫയെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആൽഫ ഇൻറ്റു എഫ് പ്ലസ് ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ എഫ് പ്ലസ് മൈനസ് ഇൻറ്റഗ്രൽ ഓവർ എഫ് മൈനസ്. ആൽഫയെ നമുക്ക് പുറത്തേക്ക് എടുക്കാം, ഇൻറ്റഗ്രേഷൻ്റെ പുറത്തെടുത്തു. അതിനുശേഷം ലീനിയാരിറ്റി നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ എഫ് പ്ലസ് മൈനസ് ആൽഫ ഇൻറ്റു ലോവർ ഇ എഫ് മൈനസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ ലോവർ ഇ എഫ് പ്ലസ് മൈനസ് ഇൻറ്റഗ്രൽ ലോവർ ഇ എഫ് മൈനസ്. ഉള്ളിൽ നോൺ നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ ലോവർ എഫ് എന്ന് കിട്ടും. ഇനി ആൽഫ നെഗറ്റീവ് കേസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും ചെക്ക് ചെയ്യുന്നു. ആൽഫ എഫ് പോസിറ്റീവ് പാർട്ട് ഓഫ് ആൽഫ എഫ് ഇസ് ഈക്വൽ ടു മാക്സിമം ഓഫ് ആൽഫ ഓഫ് 0.
പക്ഷേ ആൽഫ നമുക്ക് ഒരു നെഗറ്റീവ് നമ്പറാണെന്ന് അറിയാം. അപ്പോൾ മൈനസ് കൊണ്ട് 2 മൈനസ് കൊടുക്കുക. അപ്പോൾ മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് എഫ് എടുക്കുക. അപ്പോൾ മാക്സിമം ഓഫ് മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് എഫ് 0 എന്ന് കൊടുക്കാം. മൈനസ് ആൽഫ പോസിറ്റീവ് ആണ്, അപ്പോൾ പുറത്തേക്ക് എടുക്കാം. മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് എഫ് 0. മാക്സിമം ഓഫ് മൈനസ് എഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് മൈനസ് ആണ്. അപ്പോൾ മൈനസ് ആൽഫ ഇൻറ്റു എഫ് മൈനസ്. ഇനി ഇതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ് പാർട്ട് എടുക്കുമ്പോൾ ആൽഫ എഫ് മൈനസ് ഈക്വൽ ടു മാക്സിമം ഓഫ് മൈനസ് ആൽഫ എഫ് 0. പക്ഷേ മൈനസ് ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതിന് പുറത്തേക്ക് എടുക്കാം. മൈനസ് ആൽഫ ഇൻറ്റു മാക്സ് എഫ് 0 ദാറ്റ്സ് ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ ഇൻറ്റു എഫ് പ്ലസ്. ദോർഫോർ ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് ഹോൾ മൈനസ് എന്ന് കിട്ടുന്നു. ഇനി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ഈ മൈനസ് ആൽഫ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ മൈനസ് ആൽഫ എഫ് പ്ലസ് ദാറ്റ് ഈസ് മൈനസ് ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എഫ് മൈനസ് ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് പ്ലസ്. കാരണം അത് പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രം നോൺ നെഗറ്റീവ് കേസിലുള്ള ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. കാരണം ലീനിയാരിറ്റി നമുക്ക് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൽ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഈ മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് മൈനസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ്. അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ എഫ് മൈനസ് എന്നാവും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എഫിൻ്റെ തുല്യമാണ്. ദാറ്റ്സ് മീൻസ് ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എഫ് കിട്ടും. ഇനി നമുക്ക് സമ്മിൻ്റെ കേസ് പ്രൂവ് ചെയ്യണം. സപ്പോസ് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 1, we need to prove integral over f plus g equal to integral over f plus integral over g, and f plus g is integrable എന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സിൻസ് മോഡുലസ് ഓഫ് എഫ് പ്ലസ് ജി ലെസ് ആർ ഈക്വൽ ടു മോഡ് എഫ് പ്ലസ് മോഡ് ജി, ട്രയാങ്കിൾ ഇനീക്വാളിറ്റി പ്രകാരമാണ് ചെയ്തത്. ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി ലെസ് ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് പ്ലസ് മോഡ് ജി, ബട്ട് മോഡ് എഫ് ആൻഡ് മോഡ് ജി ആർ നോൺ നെഗറ്റീവ് കേസസ്, so you can apply the linearity property for integral over e mod f plus integral over e g. But mod f and mod g are integrable means their sum is finite quantity. That means integral over e mod f plus g less than infinity. Therefore mod f plus g is a integrable function. Mod f plus g is integrable means f plus g is integrable over e. അപ്പോൾ f plus g integrable ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇൻ്റഗ്രബിൾ ആണെങ്കിൽ പ്രൊപ്പോസിഷൻ 15 പ്രകാരം എഫ് പ്ലസ് ജി ഈസ് എ ഫൈനൈറ്റ് ആൾമോസ്റ്റ് എവരിവെയർ ആയിരിക്കും. നൗ ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി ഹോൾ പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി ഹോൾ മൈനസ്. അപ്പോൾ ഈ പാർട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം എഫ് പ്ലസ് ജി ഹോൾ പ്ലസ് മൈനസ് എഫ് പ്ലസ് ജി ഹോൾ മൈനസ് ഈക്വൽ ടു എഫ് പ്ലസ് ജി എന്നറിയാം. കാരണം ഏതൊരു ഫംഗ്ഷൻ്റെയും പോസിറ്റീവ് പാർട്ടും മൈനസ് നെഗറ്റീവ് പാർട്ടും എഴുതി. ഇനി എഫിൻ്റെ പോസിറ്റീവ് പാർട്ടും ജിയുടെ പോസിറ്റീവ് പാർട്ടായിട്ട് മാറ്റി എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എഫിൻ്റെ പോസിറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് മൈനസ് എഫ് മൈനസ്. അതുപോലെ ജിയുടെ പോസിറ്റീവ് ജിയെയും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജി പ്ലസ് മൈനസ് ജി മൈനസ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിലെ മൈനസ് ക്വാണ്ടിറ്റീസിനെ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു, റൈറ്റിലുള്ള മൈനസിനെ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു, ലെഫ്റ്റിലുള്ള മൈനസിനെ റൈറ്റിലേക്ക് എടുക്കുന്നു, റീഅറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ ഇക്വേഷൻ 3 കിട്ടുന്നു. അതായത് എഫ് പ്ലസ് ജി ഹോൾ പ്ലസ് എഫ് മൈനസ് എന്ന് പറയുന്നത് ആർ എച്ച് എസിൽ നിന്ന് മൈനസ് എഫ് മൈനസ് ഇങ്ങോട്ട് വന്നതാണ്. അതുപോലെ തന്നെ മൈനസ് ജി മൈനസ് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ പ്ലസ് വരും. ഇതുപോലെ എൽ എച്ച് എസിലുള്ള മൈനസ് ഓഫ് എഫ് പ്ലസ് ജി ഹോൾ മൈനസ് റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. ദാറ്റ് മീൻസ് എഫ് പ്ലസ് ജി ഹോൾ മൈനസ് പ്ലസ് എഫ് പ്ലസ് പ്ലസ് ജി പ്ലസ്. അപ്പോൾ ഈ ഇക്വേഷൻ 3-ലെ 6 ഫംഗ്ഷൻസ് ആണ് കാണുന്നത്. 6 ഫംഗ്ഷൻസും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഓൾ ദ 6 ഫംഗ്ഷൻസ് ഇൻ ദി ഇക്വേഷൻ 3 ആർ നോൺ നെഗറ്റീവ്. സോ we can apply the linearity here. That means integral over ഈ രണ്ട് സൈഡും ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് ലീനിയാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി ഹോൾ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എഫ് മൈനസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ജി മൈനസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി ഹോൾ മൈനസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ജി പ്ലസ്. ഇനി എഫും ജിയും എഫ് പ്ലസ് ജിയും ഒക്കെ ഇൻ്റഗ്രബിൾ ആണ്. ഇൻ്റഗ്രബിൾ മീൻസ് ദർ ഇൻ്റഗ്രൽ വാല്യൂസ് ആർ ഫൈനൈറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഫൈനൈറ്റ് നമ്പേഴ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇക്വാലിറ്റിയിൽ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അതിനെ ചൂസ് ചെയ്യാം. അപ്പോൾ ഫൈനൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇക്വേഷൻ 4-ലെ ആർ എച്ച് എസിലുള്ള ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി ഹോൾ മൈനസിനെ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. അതുപോലെ തന്നെ എൽ എച്ച് എസിൽ കാണുന്ന ഇൻ്റഗ്രൽ ഓവർ എഫ് മൈനസിനെയും ഇൻ്റഗ്രൽ ഓവർ ജി മൈനസിനെയും റൈറ്റിലേക്കും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി ഹോൾ പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി ഹോൾ മൈനസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ എഫ് മൈനസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ജി പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ജി മൈനസ്. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി ആണ്. ആർ എച്ച് എസിൽ ആദ്യത്തെ 2 ടേംസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ എഫിനും അടുത്ത 2 ടേംസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ ജിക്കും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ഇൻ്റഗ്രൽ. അപ്പോൾ ലീനിയാരിറ്റിയിൽ അഡീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. നെക്സ്റ്റ് വി ഹാവ് ടു വെരിഫൈ ദി മോണോട്ടോണിക് പ്രോപ്പർട്ടി. അപ്പോൾ അതിനെ സപ്പോസ് ചെയ്തു എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓൺ ഇ
ഡിഫൈൻ എച്ച് ഈസ് ഈക്വൽ ടു ജി മൈനസ് എഫ്. അങ്ങനെയാണെങ്കിൽ എച്ച് മസ്റ്റ് ബി എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കും. ഇൻ്റഗ്രൽ ഓവർ ഈ ജി മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഈക്വൽ ടു ലീനിയാരിറ്റി ഉള്ളത് കൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ജി മൈനസ് എഫ് എന്ന് എഴുതാം. ബട്ട് ജി മൈനസ് എഫ് ഈസ് എച്ച്, ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എച്ച് ബീയിങ് എച്ച് ഈസ് പോസിറ്റീവ് അല്ലെങ്കിൽ ബീയിങ് എ പോസിറ്റീവ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ, ഇറ്റ്സ് ഇൻ്റഗ്രൽ മസ്റ്റ് ബി എ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എച്ച് ഈസ് എ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ മീൻസ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ വി ഗെറ്റ് വാട്ട് ഇൻ്റഗ്രൽ ഓവർ ഈ ജി മൈനസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അതിനെ നമുക്ക് ഇനിക്വാളിറ്റി ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ജി. സോ വി ഗെറ്റ് എഫ് പ്ലസ് ആർ ഈക്വൽ ടു ജി ആകുമ്പോൾ ഇൻ്റഗ്രൽ എഫ് പ്ലസ് ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി. ദാറ്റ് മീൻസ് മോണോട്ടോണിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത് പ്രൂവ് ചെയ്യുന്നത് അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻ ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. അതായത് എയും ബിയും ഡിസ്റ്റന്റ് മെഷറബിൾ സെറ്റ്സ് ആകുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ എ യൂണിയൻ ബി എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ബി എഫ്. ഇത് നമ്മൾ സിമ്പിൾ ഫംഗ്ഷന് അതുപോലെ തന്നെ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ ഫൈനൈറ്റ് സെറ്റിൽ ഇത് ഫൈനൈറ്റ് മെഷർ അതുപോലെ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ എല്ലാം ഈ തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിയൽ കേസിലും നമ്മളത് എക്സ്റ്റൻഡ് റിയൽ കേസിലുള്ള ഫംഗ്ഷനും പ്രൂവ് ചെയ്യുന്നു. സപ്പോസ് എഫ് ഈസ് എ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ ഓവർ ഇ ആൻഡ് എ ആൻഡ് ബി ആർ ടു ഡിസ്റ്റന്റ് മെഷറബിൾ സബ്സെറ്റ്സ് ഓഫ് ഇ. വി നീഡ് ടു പ്രൂവ് ഇൻറ്റഗ്രൽ ഓവർ എ യൂണിയൻ ബി എഫ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എ എഫ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ ബി എഫ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യം കൈ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു കൈ എ പ്ലസ് കൈ ബി ഫോർ എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻ. എയും ബിയും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ കൈ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു കൈ എ പ്ലസ് കൈ ബി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എഫ് ത്രൂ ഔട്ടായിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എഫ് ഡോട്ട് കൈ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എഫ് ഡോട്ട് കൈ ബി പ്ലസ് എഫ് ഡോട്ട് കൈ എ പ്ലസ് കൈ ബി എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി പ്രത്യേകം നോട്ട് ചെയ്യാം മോഡുലസ് ഓഫ് എഫ് ഡോട്ട് കൈ എ ലെസ് ആർ ഈക്വൽ ടു മോഡ് എഫ്. അതിൻ്റെ കാരണം എഫ് ഡോട്ട് കൈ എയിൽ മാത്രമേ എഫിൻ്റെ വാല്യൂസ് കിട്ടുള്ളൂ, എയുടെ കോംപ്ലിമെൻറ്റിൽ 0 ആയി പോകും. പക്ഷേ എഫ് 0 ആവണം നിർബന്ധമില്ല. അതുകൊണ്ട് എന്തായാലും എഫ് ഡോട്ട് കൈ എ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് തന്നെയായിരിക്കും. കാരണം എഫ് ഡോട്ട് കൈ എയുടെ വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എഫ് ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് 0 ഫോർ എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. ഇതുപോലെ തന്നെ ബിയുടെ കേസിലും കിട്ടും. ഫോർ മോഡ് കൈ എഫ് ഡോട്ട് കൈ ബി ലെസ് ആർ ഈക്വൽ ടു മോഡ് എഫ്. യൂസിങ് ദി മോണോട്ടോണിസിറ്റി ഓഫ് ഇൻ്റഗ്രേഷൻ വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ മോഡ് എഫ് ഡോട്ട് കൈ എ ലെസ് ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ മോഡ് എഫ്. ഇതുപോലെ തന്നെ ബിയുടെ കേസിലും കിട്ടുന്നു. ബട്ട് ഇൻ്റഗ്രൽ ഓവർ മോഡ് എഫ് ഫൈനൈറ്റ് ആണ്, കാരണം എഫ് ഇൻ്റഗ്രബിൾ ആവുന്നതുകൊണ്ട്. അതുകൊണ്ട് മോഡ് എഫ് ഡോട്ട് കൈ എയും മോഡ് എഫ് ഡോട്ട് കൈ ബിയും ഇൻ്റഗ്രബിൾ ആയിരിക്കും. അതിനർത്ഥം എഫ് ഡോട്ട് കൈ എയും എഫ് ഡോട്ട് കൈ ബിയും ഇൻ്റഗ്രബിൾ ഓവർ ഇ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു റിസൾട്ടാണ് സി ഒരു മെഷറബിൾ സബ്സെറ്റ് ഓഫ് ഇ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഇ സി എഫ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഡോട്ട് കൈ സി എന്ന് എഴുതാൻ പറ്റും. കാരണം എഫ് ഡോട്ട് കൈ സിയുടെ വാല്യൂ സിയിൽ എഫ് ഓഫ് എക്സും സിയുടെ കോംപ്ലിമെൻറ്റിൽ 0 ആയിരിക്കും. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എവിടത്തേത് മാത്രം ചെയ്താൽ മതി, സിയിൽ മാത്രം ചെയ്താൽ മതി, ബാക്കി കേസൊക്കെ ഓൾറെഡി 0 ആയി പോകുന്നതുകൊണ്ടാണ്. ദിസ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ എ യൂണിയൻ ബി എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് കൈ ഓഫ് എ യൂണിയൻ ബി. തൊട്ട് മുകളിൽ സിയുടെ കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്താണ്, സിയുടെ പകരം എ യൂണിയൻ ബി അപ്ലൈ ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് കൈ എ പ്ലസ് എഫ് ഡോട്ട് കൈ ബി. ലീനിയാരിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം തൊട്ട് മുകളിലുള്ള റിസൾട്ട് നമ്മൾ ലീനിയാരിറ്റി പ്രൂവ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് കൈ എ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് കൈ ബി. ബട്ട് ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് കൈ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ എഫും ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഡോട്ട് കൈ ബി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ബി എഫുമാണ്. ദോർഫോർ വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ എ യൂണിയൻ ബി എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ബി എഫ് എന്ന് കിട്ടും. ഓക്കെ, ഇനി വളരെ പ്രസിദ്ധമായ ഒരു തിയറത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്, ഡോമിനേറ്റഡ് കൺവേർജൻസ് തിയറം എന്ന കൺസെപ്റ്റ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.